ആ ഇമോഷൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇന്ന് എനിക്കിരിക്കുമ്പോൾ ആലോചിക്കാം അമ്മ എന്തിലൂടെയൊക്കെ പോയിട്ടുണ്ട്, എത്ര എഫക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? നമ്മളിലോട്ട് അമ്മ അത് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ പേരൻസ് നമ്മുടെ ഇമോഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അഗൈൻ നമ്മൾ അഡൾട്ട്സ് ആകുമ്പോഴത്തേക്കും അഡൾട്ടിലോട്ട് ആവുന്ന സമയത്ത് പോലും വി ആർ എക്സ്പോസ് ടു ദ മീഡിയ, വി ആർ എക്സ്പോസ് ടു ഇൻഫർമേഷൻ, വി ഹിയർ തിങ്സ്. ഇപ്പോൾ ഒരു 5 വയസ്സുകാരനെയും ഒരു 15 വയസ്സുകാരനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 വയസ്സുകാരൻ കൂടുതൽ കേൾക്കും. ചൈൽഡ് തന്നെ, പക്ഷെ കൂടുതൽ കേൾക്കും. പേരൻസിന്റെ സൈഡിൽ നിന്നാണ് ഇരുന്ന് കേൾക്കുന്നത്. അച്ഛൻ്റെ ജീവിതത്തിൽ നടക്കുന്നതിനെ പറ്റി അമ്മ വന്നിട്ട് നമ്മുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ടോ? നോ. അച്ഛൻ്റെ ജീവിതത്തിൽ നടക്കുന്ന വിഷമമുള്ള കാര്യങ്ങൾ അച്ഛൻ്റെ 10, 15, 20 വയസ്സുള്ള മക്കളുടെ അടുത്ത് അച്ഛൻ ഇന്നും വന്ന് അച്ഛൻ ഡിസ്കസ് ചെയ്യാറില്ല. കാര്യം അവർക്കെന്നും നമ്മൾ അവരുടെ മക്കളാണ്. നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഹാപ്പിനെസ്സും അവരുടെ പ്രയോറിറ്റിയാണ്. അവരുടെ പ്രോബ്ലംസ് വെന്റ് ഔട്ട് ചെയ്യാനും അത് അവർക്കൊരു സമാധാനം കിട്ടാനും നമ്മുടെ എനർജിയോ നമ്മുടെ മെന്റൽ പീസോ അവർ സാക്രിഫൈസ് ചെയ്യത്തില്ല. ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ ഫോർ ദം. സോ അങ്ങനെ ഒരു ഡിസ്കഷൻ വീട്ടിലുണ്ടാവാറുമില്ല. അല്ല, പക്ഷെ നിങ്ങളിപ്പോൾ വെന്റ് ഔട്ട് സെഷൻ എന്നല്ല, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ഇതിലൂടെ നിങ്ങൾ ആ ഒരു ഹാർഡ് ഫേസിലൂടെയാണ് ഇപ്പം നിൽക്കുന്നെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമോൺ, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ആ ഒരു നോർമൽ ലൈഫിലേക്ക് പുള്ളി ഇത് കൊണ്ടുവരേണ്ടതും ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി എന്നുള്ളൊരു സാധനം, അത് ആ ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള വാക്ക് അച്ഛൻ യൂസ് ചെയ്യാറുണ്ട്. ഹി സീംസ് അൺബോതർഡ് ബൈ ഇറ്റ്. പക്ഷേ പല സമയം ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ലൈക്ക് ഐ സെഡ്, കിഡ്സ് ലേൺ ഫ്രം ഹോം. അച്ഛനും അമ്മയും അതിന് എന്തുമാത്രം റെസിലിയൻസ് കാണിക്കുന്നു, അതായിരുന്നു നേരത്തെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തത്. ആ റെസിലിയൻസ് കാണുന്നതിൽ നിന്നാണ് നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്നത്. അതേ സമയത്ത് അവർ എഫക്റ്റഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മളും വീക്ക് ആവും. സോ kudos to their mental strength and their courage for making sure that we weren't affected by it. Not just me, my 3 siblings as well. സൂപ്പർ. മാധവന്റെ ഗേൾ ഫ്രണ്ട്, മാധവന്റെ കല്യാണം, ഇത്തരം വിഷയങ്ങളിലെ പുതിയ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളോട് എന്താണ് മാധവന് പറയാനുള്ളത്? ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. സാരമില്ല, സമയമാകുമ്പോ ഞാനും എന്റെ കുടുംബവും അറിയിച്ചോളാം. ഞാൻ റിലേഷൻഷിപ്പിലാണോ ഇപ്പോ? ആണോ? അല്ല അല്ല, ഞാൻ കേട്ടത് ആണെന്നാണ്. ഫ്രെയിമിംഗ് മൈ ഓൺ ക്വസ്റ്റ്യൻ. സോ ഞാനൊരു റിലേഷൻഷിപ്പിലാണോ? അല്ല. എനിക്കൊരാളെ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും എനിക്കൊരാളെ ഇഷ്ടമാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. എനിക്ക് അതിനുള്ള പ്രായമോ പക്വതയോ എത്തിയിട്ടില്ല. ഞാൻ മാധവ് സുരേഷ് 24-ാം വയസ്സിൽ ആ പ്രായത്തിലൂടെ എത്തിയിട്ടില്ല. 24-ലും 21-ലും 18-ലും വരെ പക്വത എത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരു പുതിയ കരിയറിലോട്ട് വെഞ്ചർ ചെയ്ത് കയറുവാണ്. അതിന് അതിൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ട്. അതിലൂടെ ഞാൻ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എന്നെ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുകയാണ്. സ്റ്റെബിലിറ്റിയും സമാധാനവും ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഒരു പാർട്ട്ണറിനെ ഏറ്റെടുക്കാനുള്ള പക്വത എനിക്ക് വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പ് ആയാലും മാരേജ് ആണെങ്കിലും കിഡ്സ്, എവറിത്തിങ് ദാറ്റ് ഫോളോസ്, ഇറ്റ്സ് ഫോർ ദാറ്റ് പോയിന്റ്. ഇന്ന് മാധവ് സുരേഷ് ഒരു കരിയറിലോട്ട് വെഞ്ചർ ചെയ്ത് കയറിയിരിക്കുന്ന ഒരാളാണ്. സ്വന്തം ജീവിതം സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ നോക്കുന്ന ഒരാളാണ്. അതേ സമയത്ത് പ്രേമമൊക്കെ ഉണ്ടാവാം, ഏതൊരു മനുഷ്യനും ഉണ്ടാവും. അതേപോലെ എനിക്കൊരാൾ ഇഷ്ടമാണ്. അത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ നേരത്തെ പറഞ്ഞ പോലെ കുടുംബക്കാരും ഞാനും അറിയിച്ചോളൂ. ഇപ്പോ നമ്മുടെ സെലിബ്രിറ്റിയുടെ പേര് തന്നെയാണെങ്കിൽ പോലും ദിലീപേട്ടന്റെ മോള് മീനാക്ഷിയുടെ പേരിലും ഒക്കെ കുറെ നിങ്ങളുടെ തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു വിത്ത് ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെയാ വരുന്നത്. എന്തൊക്കെ റൂമേഴ്സ് ഓരോന്നും പറഞ്ഞ ആൾക്കാർ അത് വേറെ എന്തിനൊക്കെയോ പോയപ്പോഴത്തെ എവിടത്തേക്കോ ഫോട്ടോ എടുത്തിട്ട് ആൾക്കാർ വെറുതെ ഇട്ട് ട്രോളും ഓരോന്നും പറഞ്ഞ് ഓരോ റൂമേഴ്സും വരുന്നുണ്ട്, വേറെ ഓരോന്നും പറഞ്ഞിട്ട് അല്ലേ? മീനാക്ഷിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാനും മീനാക്ഷിയും വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഏകദേശം ലൈഫിന് ഒരേ പേഴ്സ്പെക്റ്റീവ്, ഏകദേശം മാധവും മീനാക്ഷി എന്ന് പറയുന്നത് ആണും പെണ്ണും വേർഷൻസ് ആണ് എന്ന് പറയാൻ പറ്റും. പല കാര്യങ്ങളിലും ബിഹേവിയർ അതിന് സംസാരിക്കുന്ന രീതിയാണെങ്കിലും അങ്ങനെയുള്ളതാ. നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. Are we best friends? No. Are we friends? Close friends? Yes, we are. അതിന്റെ മുകളിലോട്ട് ഒരു ചെറിയ ഞാനും ദിലീപങ്കൾ ഒരു ഫോട്ടോ ഇട്ടാലോ, ഇനി മീനാക്ഷി എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ, നമ്മൾ ഇതിൽ ഇവന്റിൽ വെച്ച് കണ്ടൊരു ഫോട്ടോ ഇട്ടാലോ, നേരെ കല്യാണാലോചനയോട്ട് പോകുന്നത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഗോസ് ബാക്ക് ഡൗൺ ടു റേറ്റിംഗ്സ്, ആൾക്കാരുടെ ക്ലിക്സ്. അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു 2 സെലിബ്രിറ്റീസിന്റെ മക്കളെ വിവാഹം കഴിക്കുന്നു എന്നുള്ള ന്യൂസ് വരുമ്പോൾ ആരായാലും ക്ലിക്ക് ചെയ്ത് പോകും, എസ്പെഷ്യലി ഇൻ ദിസ് ക്രൗഡ്. ഞാൻ എന്നെ തന്നെ പിടിച്ച് പുകഴ്ത്തി പറയുന്നതല്ല, ബട്ട് അഗൈൻ ഈ പേര് സുരേഷ് ഗോപി ആൻഡ് ദിലീപ് എന്നുള്ള പേരുള്ളത് കൊണ്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യും.
അതിനുവേണ്ടി ഇങ്ങനെ ന്യൂസും റൂമേഴ്സും ക്രിയേറ്റ് ചെയ്ത് വിടുക എന്നുള്ളത് അഗൈൻ മാധ്യമക്കാരുടെ ഒരു രീതിയാണ്. അവർക്കും മുന്നോട്ട് പോകണ്ടേ. പക്ഷെ അതിനുവേണ്ടി മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയുള്ള കള്ളങ്ങൾ വിളമ്പിൽ ഒരു വേണ്ട, അതിന്റെ ആവശ്യമില്ല. പോസിറ്റീവായിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോയിക്കൂടെ? പോസിറ്റീവായിട്ട് സത്യം പറഞ്ഞു, സത്യസന്ധതയാണ് തെളിയിക്കേണ്ടത്, അല്ലാതെ വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ മീഡിയ, അത് പ്രിന്റ് ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും സത്യമായിട്ട് തന്നെ റിവീൽ ചെയ്യാനുള്ള ഒരു ഗട്ട്സ് ഉള്ള മീഡിയ ആണ് ശരിക്കും വേണ്ടത്, അല്ലേ? ഇങ്ങനെ ഒരു ഫേക്ക് മീഡിയം അവർക്ക് ഇങ്ങനെ കുറെ ട്രോളാനും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഇങ്ങനത്തെ കുറെ കൊമന്റ്സും ഇങ്ങനത്തെ അങ്ങനെയുള്ളതല്ലോ, ജെനുവിൻ ആവുക, അല്ലേ? മനുഷ്യന്റെ ഒരു പേർപ്പസ് തന്നെ ജെനുവിൻ ആവുക എന്നുള്ളതാണ്. 90% മനുഷ്യരും ജെനുവിൻ അല്ല. It's a fact. ഞാൻ 100% genuine ആണോ? I don't think so. I try my best. Am I 100% genuine with every single thing I do in my life? No, sometimes I have to make an ingenuine decision to protect myself. സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ ലൈഫിന്റെ കോർ തന്നെ ഇൻജെന്യൂനിറ്റി ആക്കരുത്. എസ്പെഷ്യലി മറ്റാൾക്കാരുടെ ജീവിതത്തിനെ പറ്റി സംസാരിച്ച് അല്ലെങ്കിൽ മാസ് മീഡിയയിലോട്ട് ആക്സസ് ഉള്ള ആൾക്കാരാണെങ്കിൽ don't go spreading rumors, don't go spreading lies. സത്യം പറയാ, അതാണ് മീഡിയയുടെ ഉത്തരവാദിത്വം. അത് തെറ്റിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഗൈൻ നേരിട്ട് വന്ന് ചോദിക്കുക. ഈ മീഡിയ പേഴ്സണലിന് പബ്ലിക് ഇമേജിൽ നിൽക്കുന്ന ആൾക്കാരോട് എന്തുമാത്രം ആക്സസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആക്സസ് ഇല്ലാത്തതല്ല. അവര് പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഫേസ് വാല്യൂവിനെടുത്ത് അത് റെപ്രസെന്റ് ചെയ്യുക. അല്ലാതെ ക്ലിക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ പൊട്ടത്തരം വിളിച്ച് സോഷ്യൽ മീഡിയയിലും മാധ്യമത്തിലും പറയരുത്. നിങ്ങളുടെ തന്നെ വിലയാണ് കൊണ്ട് കളയുന്നത്. ഇത്തരത്തിലുള്ള കുറെ ഫേക്ക് കമന്റ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ചിരി വരില്ലേ? അതെ, ബോർഡ് ചിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ വായിച്ച് രണ്ടുനേരം ചിരിക്കാനായിട്ട് തോന്നും. കൂടുതലൊന്നുമില്ല. പക്ഷെ ഇത് കേൾക്കുന്ന ഒരു തേർഡ് പേഴ്സൺ, ഒരു സുരേഷ് ഗോപി ഫാൻ, ഒരു ദിലീപ് ഫാൻ, രണ്ടുപേരുടെ ഒരു ഫാൻ, ഇത് കേൾക്കുമ്പോ അവർക്കൊരു ഫാൾസ് ഹോപ്പ് കൊടുക്കുകയാണ്, അവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. എന്തിനാ വെറുതെ? മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് താര കുടുംബങ്ങളാണ് സുരേഷ് ഗോപിയുടെയും ദിലീപിന്റേതും. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും മക്കളെയും എല്ലാം എല്ലാവർക്കും, എല്ലാ സിനിമ ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ദിലീപ്, കാവ്യ, മീനാക്ഷി, മാമാട്ടിക്കുട്ടി, അങ്ങനെ ആ കുടുംബത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മുടെ സിനിമ മലയാളി പ്രേക്ഷകർ. അതേസമയം ഈ രണ്ട് കുടുംബത്തിലും തമ്മിൽ ഒരു കല്യാണം ഉണ്ടായാൽ എങ്ങനെയിരിക്കും? അത് തന്നെയാണ് ഇപ്പോൾ കുറേ നാളുകളായി ആരാധകരുടെ ചർച്ചയും. ഇവർ വിവാഹം കഴിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആരാണ് ഈ വിവാഹത്തിലെ വധുവും വരനും എന്നല്ലേ? അത് മീനാക്ഷി ദിലീപും മാധവ് സുരേഷുമാണ്. മാധവിനെ പറ്റിയുള്ള എന്ത് വാർത്ത വന്നാലും അതിന്റെ അറ്റത്ത് മീനാക്ഷി ഉണ്ടാകും. അതുപോലെ തന്നെ മീനാക്ഷിയെ പറ്റിയുള്ള വാർത്തകൾക്ക് പിന്നിലും മാധവിന്റെ ഒരു ചെറിയ പേര് എവിടെയെങ്കിലും ഉണ്ടാകും. മാധവും മീനാക്ഷിയും വിവാഹിതരാകുന്നു എന്ന വാർത്തകൾ എത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. സുരേഷ് ഗോപിയുടെ മരുമകളായി മീനാക്ഷിയാണ് എത്താൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് എത്രത്തോളം സത്യമാണ് എന്ന് ഇവരാരും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ മീനാക്ഷിയും മാധവും തമ്മിൽ വിവാഹിതരാകുന്നു, ഇവർ പ്രണയത്തിലാണ്, കണ്ണുകൾ കൊണ്ട് ഇവർ സംസാരിക്കാറുണ്ട് തുടങ്ങിയ നിരവധി വാർത്തകളാണ് ഇവരെ ചൊല്ലി എത്താറുള്ളതും. ഇതൊക്കെ സത്യമാണോ അല്ലേ എന്നാണ് പലരും ചോദിക്കാറുള്ളത്. ഇപ്പോൾ തങ്ങൾ സുഹൃത്തുക്കളാണോ അതോ പ്രണയിക്കുകയാണോ, വിവാഹിതരാകുമോ എന്നെല്ലാം തുറന്നു പറയുകയാണ് മാധവ് സുരേഷ്.